ഇന്നത്തെ പരിപാടി ഇപ്പം അടുത്ത് കല്യാണം കഴിഞ്ഞില്ലേ, ആ കസിൻ്റെ ചിലവായിരുന്നു ഗൈസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സൂഫി മന്തിയിലാണ് വന്നത്. എൻ്റെ ഇപ്പം എൻ്റെ ഫാമിലി ഫുള്ള് കോഴിക്കോടാണ്, അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവിടുന്ന് സുഖമാണ്. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ കോഴിക്കോടായതുകൊണ്ട് എനിക്കും വലിയ സുഖമില്ലായിരുന്നു. മിഫൊക്കെ വരാനായിരുന്നു. മിഫ അങ്ങനെ കള്ളവണ്ടി കയറി ഗൈസ്, രാവിലത്തെ അവൻ അവിടെ എത്തി. അത്യാവശ്യം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ പിന്നെ വിചാരിച്ചു ഇനി മുകളിലേക്ക് പോകാമെന്ന്. അങ്ങനെ മുകളിലേക്ക് പോണതിന് മുന്നേ നമ്മൾ ബാത്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയി. മുകളിൽ പോയപ്പോഴും ഗൈസ് കുറച്ച് വെയിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആദ്യത്തോർ നീറ്റിട്ട് അവിടെ ടാബിളൊക്കെ വൃത്തിയാക്കാൻ കുറച്ച് സമയം എടുത്തിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്നിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ കസിൻസ് അല്ലേ ഗൈസ്, ഫുൾ തള്ളലേനു, ഒന്നും പറയണ്ട. അവിടെ ഇരുന്ന് അങ്ങ് തള്ളീനു. അതിനുശേഷം ഗൈസ് നമ്മൾ ഇരുന്നു. ഇനി നമ്മൾ ഫുഡിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ ഇരുന്നു ഫുഡിന് വെയിറ്റ് ചെയ്യട്ടോ. അത്യാവശ്യം ഇതുവരെ നിന്ന് വെയിറ്റ് ചെയ്യില്ല, ഇനി അടുത്ത ഇരുന്ന് വെയിറ്റ് ചെയ്യലാണ് അടുത്ത പരിപാടി. അങ്ങനെ ഗൈസ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി മറിക്കണം. എന്താ ചെയ്യുക, ഫുഡും വരുന്നില്ല ഗൈസ്. ഞാനാണ് ഇരുന്ന് കേൾക്കുന്നുണ്ട്. എങ്ങനെ ഗൈസ് എന്നെ കണ്ടോളൂ. അങ്ങനെ ഗൈസ് ഇവർ സ്വീപ്പ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഗ്ലാസ്സൊക്കെ കൊണ്ടുപോയി എത്തിക്കണം കേട്ടോ. ഇനി ഇങ്ങനെ ഓരോന്നായിട്ട് എത്തണം. നമ്മൾ ടൈം കണക്കാക്കണമല്ലോ, അതാണ് മെയിൻ. കോടെ എന്ന സമയത്ത് ഇപ്പോൾ കണ്ടില്ലേ കുറേ കോഴിക്കളിയും കളികളൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താവോ, ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ വന്നതാണ് പ്രശ്നം. ഫുള്ളാ കേൾക്കണ്ടില്ല കോഴിക്കളി. മടുത്ത് കഴിച്ച് മടുത്ത്. അങ്ങനെ കഴിച്ച് ഇവർ പ്ലേറ്റ് പിന്നെയും കൊണ്ടുവയ്ക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സലാഡ് ഐറ്റംസ് കൊണ്ടുവയ്ക്കുന്നു. നമ്മളത് അങ്ങനെ ഇരുന്ന് അത് സമയം പോക്കണില്ല. അതാണ് ഇവരടുത്ത എന്താ പറയുക മാർക്കറ്റിങ്. അങ്ങനെ കഴിച്ച് ചിലവർ ഓർഡർ ചെയ്ത ബീഫിൻ്റെത് നമ്മൾ മന്തി കഴിച്ചു. ഞാൻ മന്തിയാണ്. മന്തിയിൽ നമ്മൾ സ്പൈസി ഇല്ലാത്ത ചിക്കനൊക്കെയാണ് കഴിച്ചു ഞാൻ അങ്ങ് ഓർഡർ ചെയ്ത്. ആൻഡ് സാധനത്തിട്ടോ ഭയങ്കര അടിയാണ്. ഇതുവരെ തള്ളി മറിക്കുന്ന ആർക്കും ഇപ്പോൾ നോക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല. അത്ര അടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ് ഇനി നൈസായിട്ടൊരു മിൻറ്റ് കഴിച്ചാലോ. മിൻറ്റ് ഗൈസ് എനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ കുറച്ച് കയ്പ്പ് കൂടുതൽ പോയി. പക്ഷെ അൽഹംദുലില്ലാ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം പുറത്തു നിന്നു ഗൈസ്. ഫുഡൊക്കെ കഴിച്ചില്ല ഗൈസ്, കുറച്ച് നേരം തയ്ക്കണ്ടേ. അങ്ങനെ നമ്മൾ പിന്നെ ഫോട്ടോ സെക്ഷനിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ അവിടെ ഉള്ളൊരു സ്റ്റാഫിൻ്റെ കയ്യിലാട്ടോ ഏൽപ്പിച്ചെന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവനത് അടിപൊളിയായിട്ട് നിർവഹിച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു ഏതായാലും വെറുതെ നിൽക്കല്ലേ, ബീച്ചിൽ പോവാന്ന്. അങ്ങനെ 2 ടീം ബൈക്കിലും നമ്മൾ എല്ലാവരും കാറിൽ കുത്തിക്കയറിയിട്ടാണ് പോയിരുന്നത്. അപ്പോൾ സന രാവിലെ വലിയ വെയിറ്റ് ഇല്ലേനു കേട്ടോ. ഇപ്പം ഭയങ്കര വെയിറ്റ് ഉണ്ട്, കാരണം നല്ല അടിച്ചിരിക്കണം അവിടുന്ന്. ബീച്ചിലെത്തി ഗൈസ്, ഒന്ന് ഇരിക്കാൻ പോലും സീറ്റില്ലേന്ന് ഗൈസ്. അത്രയും ജനങ്ങളാണ്, അത്രയും ജനങ്ങൾ. നമ്മൾ ഇരിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഒടുക്കത്തെ വെയില്, പിന്നെ നീ പറയണോ. അപ്പോൾ പിന്നെ അവർക്ക് സിനിമക്ക് പോകാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു നൈസായിട്ടൊരു ഐസ്ക്രീം കഴിച്ചിട്ട് പിരിഞ്ഞാലോ എന്ന്. അങ്ങനെ ഓരോരുത്തർ വെറൈറ്റി ഫ്ലേവറാണ് പറഞ്ഞത്. ഞാൻ ആദ്യം വാനിലയായിരുന്നു കേട്ടോ സെലക്ട് ചെയ്തതിന്, പക്ഷെ വാങ്ങിയത് പട്ടം അങ്ങനെ എന്തോ ഒരു ഐറ്റമാണ്, എനിക്ക് ഓർമ്മയില്ല എന്താ വാങ്ങിയത്. പക്ഷെ ഗൈസ് അതാണ്, നമ്മളൊന്നും വിചാരിക്കും വിധി വേറെ ഒന്നായിരിക്കും, അങ്ങനെ പറയല്ലേ. സംഭവം അവിടെ ഇരിക്കാനൊന്നും സീറ്റില്ലല്ലോ ഗൈസ്. അപ്പോൾ നിന്നങ്ങനെ കത്തിയും അടിച്ച് അങ്ങ് കഴിച്ചു. ഐസ്ക്രീം എനിക്ക് വല്ലാണ്ട് തണുപ്പിന് പറ്റില്ല ഗൈസ്. പക്ഷേ എന്താ ചെയ്യുക, ഞാൻ എപ്പോഴും മേടിക്കും ഐസ്ക്രീം ഒഴിവാക്കാന്ന് വെച്ചാൽ പറ്റില്ല ഗൈസ്. അതങ്ങ് കഴിച്ചു പോകും, അതാണ് പ്രശ്നം. ഇപ്പോൾ ഇവരിപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് മാറിക്കാണ് ഗൈസ്. ആരും ഇപ്പോൾ എൻ്റെ വീഡിയോയിലും അങ്ങനെ ഫേസ് കാണിക്കുന്നില്ല. എന്താ ചെയ്യുക, ഞാൻ ഫേമസ് ആയില്ലേ. അങ്ങനെ ഇവിടെ ഭയങ്കരമായ തർക്കം നടക്കുകയാണ്, പക്ഷേ എൻ്റെ വാക്കുകൾ ആരും കേൾക്കുന്നില്ല. സന ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, സന വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ പിന്നെ ബീച്ചിൻ്റെ മീൻസ് കടലിലെ സൈഡിലേക്ക് ഇറങ്ങിയിട്ട് ശാല നമുക്ക് എന്തൊക്കെ വാങ്ങി തരുന്നുണ്ട്, അതൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ലേറ്റായി. വീട്ടിൽ നിന്ന് പിന്നെ സ്വാഭാവികമായി വിളി വരുമല്ലോ ഗൈസ്. അങ്ങനെ നമ്മൾ പോവുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.